അങ്ങനെ നമ്മൾ ഒരു മധുരം വെപ്പ് പരിപാടിക്ക് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ കസിൻ്റെ വീട്ടിലാണ്. നമ്മൾ എല്ലാവരും വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചാണ് വന്നത്. മമ്മി, ചേച്ചി, അനിയത്തിമാരെല്ലാം ഉണ്ട്. പങ്കമലി കറുകുറ്റി ഏരിയയാണ്. ഓ, ഇതാണ് മധുരം വെപ്പിൻ്റെ നമ്മളെ സെറ്റ് വർക്ക് ഇതാണ്. പക്ഷെ കൊള്ളാം, രസമുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നല്ല പഴയ ഫീലുണ്ട്. അത് നമ്മുടെ വീട്ടിലെ അവരുടെ ഫോട്ടോസാണ് ഒക്കെ. ഇലമിനേഷൻ ലൈറ്റ്. ചിരിക്കാത്ത ഞങ്ങളുടെ അമ്മായി. ചിരിക്കാത്ത ഞങ്ങളുടെ ആൻറ്റി. ഇതതിൻ്റെ താഴത്തെ, ഇതതിൻ്റെ മുകളിലത്തെ, അത് അതിന് മേളിലത്തെ. വേറെ ഒരെണ്ണമുണ്ട്, അത് എവിടെയെങ്കിലും കാണും. അങ്ങനെ ഇവര് 5 പേർ കൂടുന്ന ഒരു സംഘമാണ് ഇവർ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അതാ തേർഡ്. അല്ല, മൂന്നാമത്, നാലാമത്, 5. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ഇതല്ല അല്ലല്ല, ഇതല്ല 5ാമത്. ആ, ഓക്കെ, അപ്പൊ ശരിയായി. എന്റെ മുഖത്തിന് വേണ്ടി പീസ് അല്ല ഷായേ കണ്ടോ? മേടിൽ അകത്ത് കുരിശുവരെയാണ്. ഉള്ളിൽ പോയാലോ? മേളിൽ പോയാലോ? കഴിയത്തില്ല. അതിന് ഇതാരിത് അടിഞ്ഞൊരുങ്ങി. ചിരിക്കുന്ന നമ്മുടെ ആന്റി. മാറിക്കോ. ഇതാണ് സംഭവം. കേരള കോൺഗ്രസ് ഈ പ്രാവശ്യം വാർഡിലോട്ട് വ്യത്യാസം ഉണ്ടല്ലോ. കറക്റ്റ് ഉണ്ടോ ചെല്ലാൻ? എല്ലാവരും ഉണ്ടല്ലോ. അതിനായി മമ്മിക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യസന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, ഒന്നും നടന്നില്ല. എന്നാൽ ഡാൻസ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു, ബട്ട് എല്ലാം ഒന്നില്ല. ചിന്നന്റെ ആഗ്രഹമായിരുന്നു ഞാൻ, ഉണ്ണിച്ചാട്ടൻ, അഞ്ചു ചേച്ചിയൊക്കെ ആങ്കർ ചെയ്യണമെന്ന്. എൻഗേജ്മെന്റിന് ആങ്കർ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെങ്കിലും ഞങ്ങളത് നശിപ്പിക്കാത്തത് കാരണം ഞങ്ങളത് ഇന്ന് നശിപ്പിക്കാന്ന് വിചാരിച്ചു.
വില കുറഞ്ഞ ചിട്ടികൾക്കായി ബന്ധപ്പെടുക. KSFB ചിട്ടികൾ. അയ്യോ ഇതാരിത്? ഇത് വേണം കിട്ടും കേട്ടോ, കുഴപ്പമില്ല. ഇതിന്റെ റൂലൊക്കെ ഇട്ടത് ഷായേ അത് തുള്ളലെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്നു. എല്ലാവരും ഇന്ന് യൂട്യൂബില് ചോദിച്ചു. നീ പുറത്ത് പാടി, നീ പുറത്ത് വാ. ചേച്ചിയുടെ വെറൈറ്റി സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ജോസ് കാലം പിടിച്ചു കളിക്കുന്നത്. സിഗ്നേച്ചറാണ് നമ്മുടെ മധുരമ്പ പൈറ്റ്. കളമൊഴിഞ്ഞ ആൾക്കാർ. എല്ലാം കഴിഞ്ഞു. ചേച്ചി എന്നോട് ഇപ്പോഴും ആ നഗ്ന സത്യം പറഞ്ഞില്ല. നമ്മുടെ ഒരു പാവപ്പെട്ട പയ്യൻ ഇതൊന്നും കാണാൻ പറ്റാതെ സിഗ്നേച്ചർ